ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പം ഞങ്ങൾ ഇന്നലെ എൻ്റെ ഫ്രണ്ട് അസീനയുടെ വീട്ടിൽ പോയിട്ട് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് സർപ്രൈസ് കൊടുത്തത് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അസീനയുടെ വീട്ടിൽ തന്നെയാണ് എഗെയിൻ. ഇന്നലെ ഞങ്ങൾ പോയിട്ട് അവിടെ നിൽക്കാനുള്ളതായിരുന്നു. പക്ഷേ അവിടെ നിൽക്കാത്തത് പാത്തുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ഇന്നലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പം നമ്മൾ ഡ്രസ്സും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ കുഞ്ഞു ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഹസീനയുടെയും മോളുടെയും ഭയങ്കര ഒരു ആഗ്രഹമാണ് ഞങ്ങൾ ഒരു ദിവസം അവിടെ നിൽക്കണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വിളിച്ചിരിക്കുകയാണ്. അവർ പെരുന്നാളിന് ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ. അപ്പം അവർ വിളിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒരു ദിവസം അവിടെ തങ്ങണം, ഒന്ന് സ്റ്റേ ചെയ്യണം. അപ്പം ഹസീനയുടെ ഉമ്മായും പാപ്പായും അവിടെ ഇല്ലാത്തൊരു ദിവസം കൂടെയാണെന്ന്. അവരുണ്ടെങ്കിൽ നമ്മളവിടെ നിൽക്കുക, അതല്ല പറയുന്നത്. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലല്ലോ, അപ്പോൾ അവർ ഒറ്റയ്ക്കും കൂടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അവിടെയാണ് സ്റ്റേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളവിടെ പോയിട്ടുള്ളതൊക്കെ പിന്നെ വഴിയെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ബാക്കി വഴിയെ കാണാം. കുഞ്ഞു ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ലായിരുന്നു ഗൈസ്. എന്താണെന്തോ അവനിപ്പം കടപ്പുറം വിട്ട് പോരാൻ തോന്നുന്നില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ കടപ്പുറത്ത് നിന്ന് വാടക വീട്ടിലോട്ട് മാറിയതിന് ശേഷം അവന് കടപ്പുറം ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. അവൻ മദ്രസയിൽ പഠിക്കാൻ പോയിട്ട് അവിടെ നിന്നുകളെ. അവിടെ ആകുമ്പോൾ ബീച്ച് റോഡും പാർക്കും എല്ലാം ഉണ്ടല്ലോ, മണലാണല്ലോ, ഓടിച്ചാടി കളിക്കാമല്ലോ. ഇവിടെ ഞങ്ങൾ 2ാം നിലയിലായതുകൊണ്ട് അതിനകത്ത് കിടന്ന് കറങ്ങേണ്ടൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ വീട്ടിൽ പോയാൽ വരത്തില്ല, ഉമ്മായും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കും കേട്ടോ. അങ്ങനെ ഇക്ക പറഞ്ഞ് അവനെ നിർബന്ധിക്കേണ്ട, വൈകുന്നേരം എങ്ങനെ പോയി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പോയി. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഈ കസേരയുടെ കിടന്നവൻ എന്നെ തുറച്ച് നോക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഹസീന പറഞ്ഞെടി ക്യാമറ ഓഫ് ചെയ്തോ ഇല്ലെങ്കിൽ എന്നെ ചവിട്ടി കൂട്ടുന്നു. അവളൊരു കൂറ നൈറ്റ് ഇട്ടുകൊണ്ടാണ് കേട്ടോ നിന്നത്. അതാണ് വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞത്. അപ്പോൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. ലൈം ജ്യൂസ് ആയിരുന്നു കേട്ടോ. ലൈം ജ്യൂസ് എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ലൈം ജ്യൂസിൽ അവൾ ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു നൈറ്റി തന്നു. ആ നൈറ്റി ഇട്ട് കഴിഞ്ഞപ്പോൾ അവളെ വീട് തൂക്കാൻ വേണ്ടി ചൂലിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി നടന്നാൽ മതി, അവിടെയൊക്കെ കൂടെ ഞാൻ നടന്നാൽ മതി, മൊത്തം തൂത്തുവാരും. അവൾക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് പർദ്ദയായിരുന്നു ഗൈസ് ആ നൈറ്റി. ഞാനൊരു കൊച്ചു കുള്ളത്തിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുമെങ്കിൽ എന്നെ കാണുമ്പോഴേ, നിങ്ങൾ നേരിട്ട് കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. വങ്കടക്കറി, തോരൻ, പപ്പടം, പുളിശ്ശേരി എല്ലാം ഉണ്ടായിരുന്നു. കടുമാങ്ങയൊക്കെ ഉള്ള അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ അവളുടെ റൂമിൽ ഉറങ്ങാൻ കയറിയപ്പോൾ ഇതുപോലെ ഈ ചാളയൊക്കെ അടുക്കി വെച്ചേക്കും പോലെ തുണി അടുക്കി വെച്ചേക്കുന്നു. ഇതൊക്കെ അവൾ മനോഹരമായിട്ട് അവളുടെ അലമാരിക്കകത്ത് ഒതുക്കി പറക്കി വെച്ചിരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇത്രയും ഡ്രസ്സ് ഇങ്ങനെ ആയത് എന്താണെന്ന് വെച്ചാൽ അവളുടെ അലമാരിക്കകത്ത് നെയ്യറുമ്പ് കയറി ഇരുന്നിട്ട് ഡ്രസ്സ് എടുത്ത് കുടയാതെ ഇട്ടിട്ട് നല്ല കടി കിട്ടി. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ വാരി ടെറസിൻ്റെ മണ്ടയിൽ പരമ്പിൽ കൊണ്ടിട്ട് ഉണക്കിയിട്ട് അടുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ അതിൻ്റെ സൈഡിൽ ഞാൻ അതൊക്കെ ഒതുക്കി വെച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇക്ക വിളിച്ചതുകൊണ്ടാണ് എഴുന്നേറ്റത്, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും കിടന്നുറങ്ങുമായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് താഴെ വന്നപ്പോൾ ഒരു 3:30 ആയി. അപ്പോൾ ഇവൾ പായസം ഉണ്ടാക്കി വെച്ചേക്കുന്നത്, വെർമസില്ലി പായസം. അവിടെ നിന്ന് 3 ദിവസവും ഞങ്ങൾക്ക് നല്ല രീതിയിലാണ് കേട്ടോ അവൾ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ അസീനയുടെ മോള് സന പറഞ്ഞ, ആൻറ്റി ഇവിടെ ഒരു വലിയ കായലുണ്ട്, അവിടെ പോയാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം, ഇൻസ്റ്റയിലൊക്കെ ഇടാൻ നല്ലതായിരിക്കും, നല്ല ബാക്ക്ഗ്രൗണ്ട് ആണെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. ഈ പെമ്പിള്ളേർ രണ്ടും എന്നെ കൂട്ടാ. ദിസ് ഈസ് പൂച്ചപ്പഴം. അല്ല, നിന്റെ അമ്മ എന്ന ഷാള് നോക്ക്. മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. ഇതാ ഇവിടെ ഒരു ചാലുണ്ട്, നീ ആ ചാടി കിടക്കണം. ആമ്പടാ ചാടറ. യൂട്യൂബറിന്റെ കൂടെ നടന്നാൽ ഇങ്ങനെയാണ്, എപ്പോഴും ഫോണൊക്കെ പൊക്കി പിടിക്കുക, അതൊക്കെ സഹിക്കണം കേട്ടല്ലേ. സത്യം പറഞ്ഞ് കായലിൽ തന്നെ ഞങ്ങളെ കൊണ്ടുപോകണം. അല്ലാ ലാ ഹൗല. ഇതാ ഞങ്ങളെ ഏതാ പണയിലൊക്കെ ഇവളെ കൊണ്ട് കയറിയിട്ടുണ്ട്. എന്താ കായലരികത്ത് വലയെറിഞ്ഞപ്പം ലവളെനിക്കൊരു പണി തന്നു. കൂട്ടുകാരെ, ഇനി നിങ്ങൾക്ക് ബ്ലൂബെറി കുന്നിൽ പോകണമെങ്കിൽ ഈ കായൽ നിങ്ങൾ നീന്തി കടക്കേണ്ടതുണ്ട്. ഗൈസ്, ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഈ കൊച്ചെട്ടിന്റെ പണിയെന്ന് ഞങ്ങൾക്ക്. ഈ മറ്റേ മൈ ബോസിനകത്ത് മമതാ മോഹൻദാസിന് ദിലീപ് കൊടുക്കുമ്പോഴത്തെ പണി ഇത് നീന്തി കിടക്കാൻ എൻ്റെ അടുത്ത്. ഞാൻ ഈ പറഞ്ഞ പോലത്തെ നൈറ്റ് ഇട്ടിട്ട് എങ്ങനെ നീന്തും ഗൈസ്? ഇനി ഇതാ അടുത്ത ഗൂഗിൾ മാപ്പിലില്ലാത്ത വേറെ ഏതോ വഴി കണ്ടുപിടിച്ചെന്ന് പറയുന്നത്, അതുവഴി പോയിട്ട് പടച്ചോനെ തേങ്ങ നിൽക്കണ തല.
ഗൈസ്, പൂച്ചപ്പഴം കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടും തറയിലൊന്നുമില്ല, കാടരിച്ച് പൂച്ചപ്പഴം പറിക്കും കേട്ടാ. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കില്ല അവൾ കുറേ പൂച്ചപ്പഴം പറിച്ചുകൊണ്ടാണ് പോയത്. ഇതാ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർ രണ്ടുപേരും വന്ന് ഇങ്ങനെ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാടാ ഞങ്ങളെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നതെന്ന് കേട്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ വരണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടാണെന്ന് തോന്നട്ടാ. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, പട്ടി എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങോട്ട് പോയി. ഇത് മറ്റേ അപരിചിതൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം പോലെ ഇരിക്കുന്നു. മമ്മൂട്ടിയില് എന്തോന്നു പാമ്പാ. പിന്നെ ഗൈസ്, രണ്ടാമതൊരു വഴി കൂടെ കൊണ്ട് അവിടെയും വെള്ളം. ഞങ്ങൾ അവിടെയും കൊണ്ടുവിട്ടിട്ട് അവളെ പോയി. എങ്ക പാത്താലും വെള്ളം, ഇവിടെ വെള്ളമോ വെള്ളം. അടുത്ത കാട്ടിന് അവിടെ മൊത്തം വെള്ളം. പാത്തു, അസീനെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇതിലിറങ്ങിയ ചൊറിയു വന്ന്. കൊടും വനത്തിലൂടെയാണ് ഗൈസ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. കൊടും വനം. കൂട്ടുകാരെ, നിങ്ങൾ എൻ്റെ പുറകെയുള്ള കായൽ കാണുന്നില്ലേ? ഏത് വഴി പോയാലും കായലാണ്. ഞങ്ങൾക്ക് വലിയ കായലിൽ എത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാ ക്യാമറ എടുത്തിട്ട് കുറേ എസ്തറ്റിക് പോസ് ഇട്ട് ഫോട്ടോ എടുത്തു കൂട്ടുകാരെ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. 8 അല്ല, 8 ഗുണം 3 അല്ല, 3 ഗുണം 10 അല്ല, ഞങ്ങൾക്കൊരു 10-32 പണിയാണ് കേട്ടോ ഈ സാധനം തന്നത്. ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. ഇറങ്ങി പുറപ്പെട്ടപ്പോഴേ അസീന പറഞ്ഞു, കൊച്ചേ അവിടെ ഒന്നും നടക്കൂല, ചുറ്റും വെള്ളമാണെന്ന്. എൻ്റെ അഹങ്കാരം പിടിച്ച മനസ്സ് കേൾക്കുന്നുണ്ടോ ഇത് വല്ലോ? പിന്നെ മാമാ യാമ്പൽ യാമ്പൽ, ഇതൊരു ചേച്ചിയുടെ വീട്ടിൻ്റെ മുറ്റത്തിരുന്ന ആമ്പലാണ് കേട്ടോ. ഇതാണ് അസീനയുടെ വീട്ടിൽ വരുന്ന മാവേലി പൂച്ച. സന അവിടെ വന്നിട്ട് അവനെ വിരട്ടുവാണ്. എടാ മാവേലി, നീ ഏതെങ്കിലും വീട്ടിൽ വന്ന് കിടക്കുന്നാടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരു മൈൻഡും കാണിക്കാതെ കാലും പൊക്കി വെച്ചുകൊണ്ട് കിടന്ന്. പിന്നെ അവിടെ ഒരു വലിയ ഗണപതി നാരങ്ങ നിന്നതും കൂടെ ഞാൻ വീഡിയോ എടുത്തു. ഈ 8-10 8-10 എന്ന് പറഞ്ഞ് താറാവ് നടക്കുമ്പോൾ നടക്കാനാണല്ലോ ഭഗവാനേ എൻ്റെ വിധി. ഇതാ എവളെ മോന്ത ഞാൻ വീഡിയോയിൽ കാണിക്കുമെന്ന് പറഞ്ഞാണ്. കാരണം നൈറ്റ് ഇട്ടിരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ കുനിഞ്ഞ് കുമ്പിട്ടിരിക്കണം, അല്ലാതെ നിസ്കരിക്കുന്നൊന്നും അല്ല കേട്ടോ. അതാണ്ട അവസാനം മോന്ത അവൾ പൊത്തിയിട്ടാണ് പോയത്. പോ. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് അവൾ വാഴയ്ക്കൊപ്പം, അതായത് പഴംപൊരിയും ചായ ഉണ്ടാക്കി തന്നു. പാത്തൂട്ടി വന്നിട്ട് തിരിഞ്ഞു പറക്കി അതിൽ ഏറ്റവും വലുത് എടുത്തുകൊണ്ട് പോയിട്ടാ. എന്നിട്ട് അവിടെ പോയിരുന്ന അന്തസ്സായിട്ട് TV കണ്ടത് തിന്നുകൊണ്ടിരുന്നു. പിന്നെ ഞാനും പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു. വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങി വന്ന് നിന്നിട്ട് കുറച്ച് ഷോ കാണിക്കുന്നത് എൻ്റെ എപ്പോഴും ഉള്ളൊരു ഇതാണല്ലോ. അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാനല്ലാതെയൊക്കെ ആകും. അപ്പോൾ ഇനി ഞാൻ പറയുന്ന ഡയലോഗിന് ഏതെങ്കിലും യൂട്യൂബറുമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അങ്ങ് ക്ഷമിക്കുക. ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങി പോകാൻ പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും ചെയ്യും ഗൈസ്. അയ്യോ, ഇത് ആര്? എൻ്റെ ചിയാ സീഡാണ് ഈ നിൽക്കണത്. എൻ്റെ സിയാക്കുട്ടിയാണ് കേട്ടോ ഇത്. അവളെ രാവിലെ മുതൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, കാരണം ഒരു നിക്കർ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രോക്കൊക്കെ ഇട്ട് ചുണ്ടരയാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തേട്ടാ. അത് കഴിഞ്ഞ് ഞാനും അസീനായും ശർക്കര ഒരു മലക്കറി കടയിൽ പോയി. അവൾക്ക് പച്ചക്കറി മേടിക്കണമെന്നുണ്ടായിരുന്നു. മലക്കറി കടയിൽ പിന്നെ പച്ചക്കറിയിൽ മേടിക്കാൻ പറ്റുമല്ലോ, അത് വേറൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ കോമഡിക്കൊന്ന് ചിരിച്ചേക്കണേ. അങ്ങനെ ഇവിടെ ഗേറ്റ് അടച്ചിട്ടേക്കാണ്. ഞങ്ങൾ ഈ ഗേറ്റിനെയും കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ വീടിൻ്റെ വഴിയൊന്നും എടുത്ത് ദയവ് ചെയ്ത് വീഡിയോ എടുത്ത് നിനക്ക് കിട്ടുന്ന ഇടി എനിക്കും കൂടെ വാങ്ങിക്കാൻ വയ്യെന്ന്. അങ്ങനെ ഞങ്ങൾ മലക്കറിക്കടയിൽ വന്നു. അവൾ മലക്കറിയൊക്കെ വാങ്ങിച്ചു. ഞാനത് അതിമനോഹരമായിട്ട് വീഡിയോ എടുത്തു. അപ്പം ശർക്കര അവിടെ ഇപ്പോൾ ഉത്സവം നടന്നതല്ലേ ഉള്ളൂ. അവിടെ കൊടിയും തോരണവും ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തക്കാളി കിലോ 30 രൂപ. അയ്യോ, ഇതിപ്പോൾ വില കുറഞ്ഞത് 5-6 കിലോ വാങ്ങിച്ചിടണമല്ല. അങ്ങനെ ഇവള് മലക്കറി വാങ്ങിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവളൊന്നും എടി നാറ്റിക്കല്ലേടി, ഞാനൊന്ന് വാങ്ങിച്ചോട്ടടി, ബാർഗെയിൻ ചെയ്യണമൊന്നും എടുത്തിടല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ സമയം അവളെ കാണിച്ചുകൊണ്ടെന്നാൽ അവളെ പെറുക്കിയിട്ടിരിക്കുമെന്ന് ഉറപ്പായപ്പോഴത്തേക്കും ഞാൻ ക്യാമറ അങ്ങോട്ട് മാറ്റിയിട്ടാ. പിന്നെ ഞാൻ ആ വഴിയും റോഡും റെയിൽവേ ട്രാക്കും എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ ഇവള് വാങ്ങിച്ചുകൊണ്ട് വണ്ടി അപ്പുറത്താണ് വെച്ചിരുന്നത്. വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ വലിയ ചൂരയൊക്കെ, വല്ല മുട്ടക്കാട്ടം ചൂരയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ദൂരെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, തളരണ്ട, നടന്നെടുത്തോ, ഞാൻ അപ്പുറത്തുനിന്ന് പിക്ക് ചെയ്തോളാം. അങ്ങനെ ഞാൻ നടന്ന് വന്ന് തോരണം വരെ എടുത്തു. നിങ്ങളൊരു രക്ഷിച്ചിരി ഇവിടെ കേട്ടില്ലേ? അതെന്താണെന്നറിയാവോ? എവള് പറഞ്ഞ് ആ നഴ്സറി കൊള്ളാമെന്ന്, ആ ഗാർഡൻ നഴ്സറി ഇല്ലേ അത് കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതും എടുത്തപ്പോൾ അവൾ പറഞ്ഞു, ഓ പറയണ്ടായിരുന്നു, ഏത് ഗുളികം കയറിയ നേരത്തെന്തോ പറഞ്ഞു. അതിൻ്റെ ചിരിയാണ് നിങ്ങൾ കേട്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മലക്കറിയെല്ലാം മേടിച്ച് ഞങ്ങൾ ഈ റെയിൽവേ ട്രാക്കെല്ലാം ചാടിക്കടന്ന് മാർജിൻ ഫ്രീ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാനുള്ള സാധനം മറന്നുപോയി. കാരണം അപ്പോഴത്തേക്കും റെയിൽവേ ഗേറ്റ് തുറന്നു. പിന്നെ എല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ വൈൻഡപ്പ് എടുത്തു. അവളെ വൈൻഡപ്പ് എടുക്കാൻ വിളിച്ചപ്പോൾ നല്ല ഈമാനുള്ള കുട്ടിയാണ്. ഓടിപ്പോയി ഷാൾ എടുത്തിട്ട് വന്നിട്ട് ടാറ്റാ ബൈ ബൈ സീ യു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, കഴിഞ്ഞു.